അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഋതുമോളുടെ ചോറൂണാണ്. അമ്മാമത് ഋതുവിനെ എടുത്തേക്കണേ. നമ്മൾ വാതിലൊക്കെ പൊട്ടി ഇറങ്ങുന്ന കേട്ടോ. അപ്പം ഞാൻ ഇവിടെ റെഡിയായി നിൽക്കുന്നു. ഋതുമോൾ അമ്മാമ്മയെ എടുത്തേക്കുന്ന കേട്ടോ. അപ്പം ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ അച്ഛൻ ഇവിടെ നിർത്തി. അവൻ ഞാൻ ചാടി കയറി വന്നു. അപ്പോഴേക്കും ഋതു നല്ല സന്തോഷത്തിലാണ്. പിന്നെ അമ്മ വാതിൽ തുറന്ന് ഇനിയും പോയിട്ടുണ്ട് ഒരു സാധനം എടുക്കാൻ. അപ്പം ഞങ്ങൾ അമ്പലമെത്തി. അപ്പം ഞങ്ങൾ തൊഴാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ. അവിടുത്തെ ചേച്ചിമാരൊക്കെ ചോദിച്ചു, ഈ വാക്കാണോ ചോറൂണെന്ന്. കൊഞ്ചിച്ചിട്ടൊക്കെ കുറച്ച് പോയി. പിന്നെ ഞങ്ങൾ തൊഴാൻ നടന്നങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ അമ്പലം കേട്ടോ. അത് കാരണം ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ നല്ല ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഋതുമോളുടെ ചോറൂണ് തുടങ്ങി. അച്ഛനാദ്യം വെച്ചിട്ടാണ് ഞങ്ങൾക്കൊക്കെ കൊടുക്കുക. ശാന്തിതേ പാൽപ്പായസം ഉപ്പും പിന്നെ പുളിയും വെച്ച് പിന്നെ ഒരു നുള്ളി ചോറുമായി വെച്ച് കൊടുത്ത അച്ഛൻ. പിന്നെ വേറൊരു പായസം അച്ഛൻ്റെ പേര് എനിക്കറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോഴേക്കും ഋതുമോൾക്ക് ചോറൂണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി കൊടുത്തുകൊണ്ടിരിക്കാൻ. അമ്മ ഏറ്റവും അവസാനമാണ് കൊടുക്കേണ്ടത്, എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ട്. അപ്പം അച്ഛൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാൽപ്പായസം ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യും കേട്ടോ. ഋതുമോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് കഴിക്കട്ടെ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണേണ്. അവൾക്ക് പക്ഷേ നുള്ളി വെച്ച് കൊടുക്കാൻ ശാന്തി പറഞ്ഞു. അവൾ അധികം കഴിക്കാത്ത കാരണം, അത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഋതുമോളുടെ ചോറൂണ് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.